എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക നിറച്ചതാണ്. അതിനു വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഒരു തേങ്ങ ചിരണ്ടി വെച്ചത്, ചക്കച്ചുള കുരു കളഞ്ഞ് വെച്ചതാണ്. ഇതുപോലെ കീറിയെടുക്കാതെ കുരു കളഞ്ഞ് വെക്കുക. നമുക്ക് നിറക്കണ എങ്ങനെയെന്ന് നോക്കാം. ആവശ്യമായ ഏലയ്ക്ക് നല്ല ജീരകം കൂടി പൊടിച്ചതാണ്. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര, മധുരം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. പരത്തി നോക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൈമേലാക്കിയിട്ട് ചപ്പാത്തി മാവ് ഇത്തിരി ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തിനേലും കുറച്ചും കൂടി ലൂസാക്കി കുഴച്ചെടുക്കണം. എന്നാലേ നമുക്ക് പരത്തുമ്പോൾ പരന്ന് വരുള്ളൂ. ഇതുപോലെ പരത്തിയെടുക്കുക. ഇടയ്ക്കൊന്ന് വെള്ളം തൊട്ടിട്ട് പരത്തി കൊടുത്താൽ നല്ലപോലെ പരന്ന് വരും. ഇതുപോലെ ഒരു ചക്കച്ചോളം എടുത്ത് അതിൽ തേങ്ങയും പഞ്ചസാരയും കൂടി കുഴച്ച് വെച്ചതാണ്. അത് നിറച്ച് കൊടുക്കുക. അതുപോലെ കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. 2 ചക്ക തേങ്ങ നിറച്ചത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മടക്കി കൊടുക്കാം. നല്ലപോലെ അങ്ങനെ ഒന്ന് സ്പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ഒട്ടിക്കിട്ടും. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ട് തട്ടി വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റ് വേവിച്ചെടുക്കുക. നമ്മുടെ ചക്ക നിറച്ച അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് 15 മിനിറ്റ് നേരം വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ചക്ക നിറച്ച അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.